ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് ഉറക്കം എന്ന പ്രതിഭാസം. ഒരാൾക്ക് ആവശ്യമുള്ള ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. അങ്ങനെ 1940കളുടെ അവസാനത്തിൽ റഷ്യയിലെ ഗവേഷകർ 5 തടവുകാരെ ഉറങ്ങാൻ വിടാതെ നടത്തിയ അതിക്രൂരമായ പരീക്ഷണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ രാജ്യങ്ങളും യുദ്ധത്തിൽ അവർക്ക് സംഭവിച്ച പിഴവുകളെ മെച്ചപ്പെടുത്താനുള്ള പഠനത്തിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം 1914 തുടങ്ങി 1918 അവസാനിക്കുകയുണ്ടായി. അതിന് 21 വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടു. 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉടൻ തന്നെ മൂന്നാം ലോക മഹായുദ്ധവും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ രാജ്യങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തി വർദ്ധിപ്പിക്കുവാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ഇതിനെല്ലാം മുമ്പ് തന്നെ റഷ്യയിലെ ഗവേഷകർ അവരുടെ സൈനികർ 24 മണിക്കൂറും ഉറങ്ങാതെ യുദ്ധം ചെയ്യുവാൻ ഒരു പ്രത്യേക തരം വാതകം രൂപീകരിച്ചിരുന്നു. എന്നാൽ ഈ വാതകം ഉപയോഗിച്ച് മനുഷ്യന് എത്ര നാൾ ഉറങ്ങാതിരിക്കാൻ കഴിയും, അങ്ങനെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നതിനെ കുറിച്ചായിരുന്നു റഷ്യയുടെ ഗവേഷണം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന 5 ജർമ്മൻ തടവുകാരിൽ ഈ പരീക്ഷണം നടത്തുവാൻ റഷ്യ തീരുമാനിച്ചു. സാധാരണ ഇത്തരം പരീക്ഷണങ്ങൾ എലികളുടെ ശരീരത്തിലോ കുരങ്ങുകളുടെ ശരീരത്തിലോ ആണ് നടത്തുന്നത്. എന്നാൽ ഈ പരീക്ഷണം നേരിട്ട് മനുഷ്യരുടെ ശരീരത്തിൽ നടത്തണമെന്ന ചിന്ത ഗവേഷകരുടെ മനസ്സിൽ ഉദിക്കുകയാണ്. അതിന്റെ ഫലമായി തടവുകാരായി കൊണ്ടുവന്ന ജർമ്മൻ തടവുകാരുടെ മേൽ തന്നെ ഈ പരീക്ഷണം നടത്തുവാൻ തീരുമാനിക്കുന്നു. അതിൽ 5 തടവുകാരെ ഈ പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ ഈ 5 തടവുകാരെയും വെറുതെ വിടുമെന്ന് വാഗ്ദാനവും നൽകിയിരുന്നു. ഈ പരീക്ഷണം റഷ്യൻ സർക്കാരിന്റെ അനുവാദത്തോടു കൂടിയാണ് നടന്നിരുന്നത്. അങ്ങനെ ഈ 5 തടവുകാരെയും ഗവേഷകർ പ്രത്യേകം തയ്യാറാക്കിയ ഒരു അറയിൽ അടച്ചിടുകയും ചെയ്തു. പുറത്തുനിന്നും വായു അകത്തേക്ക് കടക്കാനോ അകത്തുള്ള വായു പുറത്തേക്ക് പോകാനോ കഴിയാത്ത തരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിലായിരുന്നു തടവുകാരെ ഇട്ടിരുന്നത്. അതിനുശേഷം ഈ അറയിലേക്ക് തന്റെ സൈനികർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാതകവും ഓക്സിജനും അറയുടെ പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്തിലൂടെ കടത്തിവിടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ CCTV പ്രാബല്യത്തിൽ വരാത്തതിനാൽ റൂമിൽ നിന്നും വരുന്ന ശബ്ദം മനസ്സിലാക്കാൻ മൈക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഈ അറക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ അകത്തുനിന്നും ആളുകൾക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കാത്ത കട്ടിയുള്ള ഒരു ഗ്ലാസും അറയുടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പുറത്തിരിക്കുന്ന ഗവേഷകർക്ക് തടവുകാർ എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഈ അറക്കുള്ളിൽ തടവുകാർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ടോയ്ലറ്റും വായിക്കാനുള്ള പുസ്തകങ്ങളും എല്ലാം തയ്യാറാക്കിയിരുന്നു. ഈ ഒരു പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചാൽ സൈനികർക്ക് ഈ വാതക നിറച്ച മുഖംമൂടി നൽകുകയും ദിവസങ്ങളോളം യുദ്ധം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നായിരുന്നു ഗവേഷകരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ ആദ്യത്തെ 3 ദിവസങ്ങൾ സാധാരണയായി കടന്നുപോയി. തടവുകാരിൽ അസാധാരണമായ പെരുമാറ്റങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ 4ാമത്തെ ദിവസം അവർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത്. അവർ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അവർ വളരെ ദുഃഖ മനോഭാവത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. അതിനുശേഷം 5ാമത്തെ ദിവസമായപ്പോൾ അവരുടെ മനോഭാവങ്ങൾ വ്യത്യാസപ്പെടാൻ തുടങ്ങി. അവർ പരസ്പരം പഴിചാരാനും പരസ്പരം ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. 5ാം ദിവസം അവസാനമാവുമ്പോൾ അവർക്കൊരു മൃഗീയ സ്വഭാവമാവുകയും ചെയ്തു. 6ാം ദിവസമായപ്പോൾ അവരുടെ സംസാരം എല്ലാം അവ്യക്തമാകാൻ തുടങ്ങി. തടവുകാർ എന്തെല്ലാമാണ് സംസാരിക്കുന്നത് എന്ന് പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഗവേഷകർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത്തരത്തിൽ 2 ദിവസം കഴിയുകയും അതിനുശേഷം 9ാമത്തെ ദിവസമായപ്പോൾ തടവുകാരിൽ ഒരാൾ വലിയ രീതിയിൽ നിലവിളിക്കുകയും ഗവേഷകർക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് 4-5 മണിക്കൂർ ആ അറക്കുള്ളിൽ ഓടി നടക്കുകയും ചെയ്യുകയുണ്ടായി. അതിന്റെ ഫലമായി ആ തടവുകാരന്റെ സ്വരപാളികൾക്ക് കേടുവരികയും പിന്നീട് അയാളുടെ സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ 4-5 മണിക്കൂർ ഈ തടവുകാരൻ ഉച്ചത്തിൽ സംസാരിച്ചു എങ്കിലും കൂടെയുള്ള തടവുകാർ ഇയാളെ സമാധാനിപ്പിക്കാനോ പിടിച്ചു മാറ്റാനോ നിൽക്കാതെ എല്ലാവരും മൂകരായിരിക്കുകയായിരുന്നു. അതിനുശേഷം രാത്രി 5 തടവുകാരിൽ 2 പേർ വീണ്ടും തർക്കിക്കുകയും പരസ്പരം എന്തൊക്കെയോ മനസ്സിലാകാത്ത രീതിയിൽ പല കാര്യങ്ങളും തമ്മിൽ സംസാരിക്കുകയും അവർക്ക് വായിക്കാൻ വേണ്ടി നൽകിയ പുസ്തകങ്ങളുടെ പേജുകൾ കീറുകയും അവരെ ഗവേഷകർക്ക് പുറത്തുനിന്ന് കാണുവാൻ വെച്ചിരുന്ന ഗ്ലാസ്സിൽ ആ പേജുകൾ
ഒട്ടിക്കുകയും ചെയ്തു. അതിനുശേഷം എന്തെല്ലാമാണ് ഈ അറക്കുള്ളിൽ സംഭവിക്കുന്നത് എന്ന് പുറത്തുള്ള ഗവേഷകർക്ക് കാണുവാൻ കഴിയാതെയായി. ഇത്തരത്തിലുള്ള ഒരു അറ ആയതിനാൽ പുറത്തുനിന്നും ഒരു വ്യക്തി അറക്കുള്ളിൽ പ്രവേശിച്ച് ഗ്ലാസിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന പേജുകൾ നീക്കം ചെയ്യാം എന്ന് വിചാരിച്ചാൽ ആ സമയം തന്നെ ആ മുറിക്കുള്ളിലെ വാതകം നഷ്ടമാകും. അതുകാരണം ആ പേജുകൾ നീക്കം ചെയ്യാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നില്ല. ഈ പേജുകൾ ഒട്ടിച്ച് 10 മണിക്കൂറുകൾക്ക് ശേഷം ആ അറക്കകത്തു നിന്നും യാതൊരു അനക്കമോ ശബ്ദമോ ഒന്നും കേൾക്കാതെയായി. ആ സമയം റൂമിൽ എന്താണ് സംഭവിക്കുന്നത്, തടവുകാർ ജീവനോടെയുണ്ടോ എന്നെല്ലാം ഗവേഷകർക്ക് ഒരു അറിവും ഇല്ലാതെയായി. ആ സന്ദർഭത്തിലാണ് ഇവർ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന വാതകവും തടവുകാർക്ക് നൽകിയിരുന്ന ഓക്സിജന്റെയും അളവുകൾ പരിശോധിക്കുന്നത്. പരിശോധനയിൽ 5 തടവുകാരും ജീവനോടെ ഉണ്ട് എന്ന കാര്യം ഗവേഷകർക്ക് മനസ്സിലായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 14ാമത്തെ ദിവസമായപ്പോൾ തടവുകാരുടെ യാതൊരു ശബ്ദമോ അനക്കമോ കേൾക്കാതെയായി. ഓക്സിജന്റെ അളവിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് ഗവേഷകർ തടവുകാരുടെ റൂമിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്പീക്കറിലേക്ക് മൈക്കിലൂടെ വിളിച്ചു പറയുകയുണ്ടായി. അറയിൽ ആരെങ്കിലും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ റൂമിന്റെ വാതിലിന്റെ അടുത്തു നിന്നും മാറി നിൽക്കണമെന്നും സൈനികർ റൂമിലേക്ക് പ്രവേശിക്കുകയാണെന്നും ആരെങ്കിലും വാതിൽക്കൽ നിൽക്കുകയാണെങ്കിൽ സൈനികർ നിങ്ങളെ വെടിവെച്ച് കൊല്ലും എന്നൊക്കെയായിരുന്നു ഗവേഷകരുടെ അറിയിപ്പുകൾ. അതിനുശേഷം അറയുടെ വാതിൽ തുറക്കുകയും വാതിൽ തുറന്ന ഉടൻ തന്നെ തടവുകാർ നിലവിളിക്കാനും തുടങ്ങി. അവർക്ക് കഴിഞ്ഞ 15 ദിവസങ്ങളായി നൽകിക്കൊണ്ടിരുന്ന വാതകം വീണ്ടും നൽകാൻ വേണ്ടിയാണ് അവർ നിലവിളിച്ചത്. എന്നാൽ അറയുടെ വാതിൽ തുറന്ന സൈനികർ തടവുകാർ നിലവിളിക്കുന്നതിനേക്കാൾ വലിയ ശബ്ദത്തിലാണ് നിലവിളിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഭയാനകമായ രൂപത്തിലേക്ക് തടവുകാർ മാറിയിരുന്നു. 5 തടവുകാരിൽ 4 തടവുകാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. രക്തവും വെള്ളവും ചേർന്നതായിരുന്നു ആ റൂമിന്റെ തറയുടെ അവസ്ഥ. തടവുകാരെ അറയിൽ നിന്നും പുറത്ത് എത്തിക്കുക എന്നത് സൈനികർക്ക് വളരെ ശ്രമകരമായ കാര്യമായിരുന്നു. തടവുകാർ സൈനികരെ ആക്രമിക്കുകയും നരഭോജികളെ പോലെ സൈനികരുടെ മാംസം ഭക്ഷിക്കുകയും ഉണ്ടായി. അതിനുശേഷം നിരവധി സൈനികരുടെ കഠിന പരിശ്രമത്തിനു ശേഷമായിരുന്നു അറക്കുള്ളിൽ നിന്നും തടവുകാരെ പുറത്തെത്തിക്കുവാൻ കഴിഞ്ഞത്. അതിനുശേഷം സൈനികർ ഈ അറ പരിശോധിച്ചപ്പോഴാണ് ഈ 5 തടവുകാരിൽ ആരും തന്നെ കഴിഞ്ഞ 5 ദിവസങ്ങളായി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകാരണം അവരുടെ ശരീരത്തിലെ തൊലിയും മാംസപേശികളും എല്ലാം തളർന്നു പോവുകയും അവരവരുടെ മാംസം സ്വയം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വയറിന്റെ ഭാഗത്തുള്ള മാംസം അവർ സ്വയം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ആന്തരികാവയവങ്ങളെല്ലാം അവർ സ്വയം ഭക്ഷണമാക്കുകയും ചെയ്തിരുന്നു. തടവുകാർക്ക് ഉടൻ തന്നെ വൈദ്യസഹായം ലഭിച്ചുവെങ്കിലും 3 തടവുകാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള ഒരു തടവുകാരൻ ആ വാതകം തനിക്ക് വീണ്ടും തരൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഗവേഷകരുടെ പ്രതീക്ഷകളെല്ലാം ഈ അവശേഷിക്കുന്ന ഒരു തടവുകാരനിലായിരുന്നു. അവശേഷിക്കുന്ന ഈ തടവുകാരനെ രക്ഷിക്കുകയും വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഡോക്ടർമാരും ഗവേഷകരും തങ്ങൾക്ക് ആവുന്ന വിധത്തിൽ പരമാവധി ശ്രമിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഒരു സർജറി ചെയ്യേണ്ടി വന്നിരുന്നു. അതിനാൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് തടവുകാരൻ പറഞ്ഞിരുന്നത് തനിക്ക് അനസ്തേഷ്യ നൽകരുതെന്നും താൻ ഈ വേദനയെ വളരെയധികം ആസ്വദിക്കുന്നു എന്നൊക്കെയായിരുന്നു. എന്നാൽ സാധാരണ ഒരാൾക്ക് കൊടുക്കാവുന്ന അനസ്തേഷ്യയുടെ 3 ഇരട്ടി ഡോസ് നൽകിയിട്ട് പോലും അയാൾക്ക് മയങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല. ആ വാതകം അയാളുടെ ശരീരത്തിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആളുടെ മേൽ സർജറി നടത്തുമ്പോൾ പോലും സർജറി നടത്തുന്ന ഡോക്ടർമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന സർജറി അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ച് അയാളും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പായി അയാൾ ഡോക്ടർമാരോടും ഗവേഷകരോടും ഒരു കാര്യം പറയുകയുണ്ടായി. ഉറങ്ങാതിരുന്നാൽ നിങ്ങളും എന്നെ പോലെ ഒരു മൃഗമായി മാറും എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അക്കാലത്ത് ഈ ഒരു സംഭവത്തെ ലോകരാജ്യങ്ങൾ റഷ്യയുടെ ഈ ഒരു അതിക്രൂരമായ പരീക്ഷണത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു രാജ്യത്തിലെ പൗരനെ തടവുകാരനാക്കി കൊണ്ടുവരികയും അവരെ വെച്ച് ഇത്തരത്തിൽ ക്രൂരമായ പരീക്ഷണത്തിന് വിധേയമാക്കി കൊല്ലുക എന്നെല്ലാം പറയുമ്പോൾ വളരെ ക്രൂരമായ കാര്യം. എന്നാൽ ഇത്തരത്തിലൊരു ഗവേഷണം തങ്ങൾ നടത്തിയിട്ടേ ഇല്ല എന്ന രീതിയിലാണ് റഷ്യ അക്കാലത്ത് പറഞ്ഞത്. എന്തൊക്കെയായാലും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഈ ഒരു സംഭവത്തിന്റെ ഔദ്യോഗികമായ ഒരു രേഖകളും ഇന്ന് ലഭ്യമല്ല എന്നതാണ് സത്യം. ഒരു പക്ഷേ ഈ കഥ ആരെങ്കിലും കെട്ടിച്ചമച്ചതാവാം, അല്ലെങ്കിൽ ഒട്ടനവധി ക്രൂരമായ പരീക്ഷണങ്ങൾ റഷ്യ മറച്ചു വെച്ചതുപോലെ ഈ ഒരു സംഭവം ലോകത്തിനു മുന്നിൽ മറച്ചു വെച്ചതായിരിക്കാം.